ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അമൂല്യങ്ങളായ രത്നങ്ങൾ പതിച്ച തോൾവളകൾ, മുത്തുമാലകൾ തുടങ്ങിയവ അവിടവിടെ ഊരി വീണും പൊട്ടിച്ചിതറിയും കിടക്കുന്നു. പൂവിരിച്ച തറയിൽ ശയനാസനങ്ങൾ അങ്ങിങ്ങ് ഉജ്ജ്വലകാന്തിയോടെ അഗ്നി ഇല്ലാതെ തന്നെ തീ കത്തുന്നത് പോലെ കാണാം. പാചകവിദ്യയിൽ അദ്വിതീയരായ അനേകം ആളുകൾ പലതരത്തിലുള്ള മാംസ്യസസ്യാഹാരങ്ങൾ സ്വാദിഷ്ടങ്ങളാക്കി നിർമ്മിച്ചിരിക്കുന്നു. ദിവ്യങ്ങളായവയും കൃത്രിമ നിർമ്മിതങ്ങൾ ആയവയുമായുള്ള വിവിധ മദ്യങ്ങൾ അവിടെ തട്ടിയും ചിന്നിയും ഉണ്ട്. ശർക്കര, തേൻ, പലതരത്തിലുള്ള ഫലങ്ങൾ എന്നിവയാൽ ആസവരൂപത്തിലുള്ള മദ്യങ്ങൾ ധാരാളം. നാനാതരത്തിലുള്ള സുഗന്ധവാഹികളായ ചൂർണങ്ങൾ വിതറിയ പുഷ്പമാല്യങ്ങൾ ഒട്ടധികം. വെള്ളി, സ്ഫടികം എന്നിവയാലുള്ള പല പല പാത്രങ്ങൾ, പൊന്നിൻ കിണ്ടികൾ, ഇങ്ങനെ ആ പാനഭൂമി ഏറ്റവുമധികം ശോഭിച്ചിരുന്നു. വെള്ളി, കനകം എന്നിവ കൊണ്ടുള്ള കുടങ്ങളിൽ നിറച്ചുവെച്ച ഒന്നാന്തരം മദ്യം അനവധി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതും കവീന്ദ്രൻ കണ്ടു. വെള്ളി, സ്വർണം, രത്നക്കല്ല് എന്നിവ കൊണ്ടുണ്ടാക്കിയ പാനപാത്രങ്ങളിൽ നിറഞ്ഞും പകുതിയായും മദ്യങ്ങൾ ഇരിക്കുന്നു. ചിലതിൽ നിന്ന് മുഴുവൻ കുടിച്ച് പാത്രം വലിച്ചെറിഞ്ഞ മട്ടിൽ, ചിലത് ഒരു തുള്ളി പോലും കുടിക്കാതെ. ഇതേപോലെ തന്നെ ഭക്ഷണപദാർത്ഥങ്ങളും. ചില സ്ഥലത്ത് ചോറ് ബാക്കിയായി കിടക്കുന്നു. കുടം ചെരിഞ്ഞ് മദ്യം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. തട്ടിയും മുട്ടിയും ഉടഞ്ഞു കിടക്കുന്ന കിണ്ടികളും മറ്റും അവിടവിടെ. പനിനീർ കൊണ്ട് സുശീതങ്ങളായ കുസുമമാല്യങ്ങൾ, പകുതി കടിച്ചു തിന്ന പഴങ്ങൾ, ഇവയാണ് ചില സ്ഥലത്ത്. വെൺപട്ടുമെത്തകളിൽ പലതിലും തരുണീരത്നങ്ങൾ പരസ്പര ആലിംഗനം ചെയ്തുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. അവശയായി ഉറങ്ങുന്ന ഒരുവൾ മറ്റൊരുവളുടെ വസ്ത്രമെടുത്ത് പുതച്ചിരിക്കുന്നു. അവളുടെ വസ്ത്രവും മനോഹരമാലകളും നിശ്വാസങ്ങളും മന്ദമാരുതൻ തട്ടിയതുപോലെ അധികം ചലിപ്പിക്കുന്നില്ല. കുതിർന്ന ചന്ദനം, പലതരത്തിലുള്ള മദ്യങ്ങൾ, നാനാതരത്തിലുള്ള ധൂപങ്ങൾ, വിചിത്ര കുസുമമാല്യങ്ങൾ, ഇവയുടെ മണമെല്ലാം വഹിച്ച മാരുതൻ പല രൂപത്തിലും തരത്തിലും സ്വച്ഛന്തം അവിടെ വീശുന്നുണ്ട്. ഉത്തമങ്ങളായ ചന്ദനങ്ങളുടെയും ധൂപങ്ങളുടെയും പരിമളം ആ പുഷ്പക വിമാനത്തിൽ അപ്പോൾ കൂടി നിറഞ്ഞു നിൽക്കുന്നു. അസുരവരൻ്റെ അന്തപുരത്തിലെ പാനശാലയിൽ ബോധമറ്റ് ഗാഠനിദ്ര ചെയ്യുന്ന സ്ത്രീകളിൽ ചിലർ കറുത്തവരും ചിലർ ഇരുനിറം ഉള്ളവരും ആണെങ്കിൽ സ്വർണ്ണനിറം ഉള്ളവരും ധാരാളമുണ്ട്. കാമാർത്തികളായി കിടന്നുറങ്ങുന്ന അവർ കൂമി നിൽക്കുന്ന താമരപ്പൂകളോടുകൂടിയ സരസ് പോലെ ശോഭിച്ചു. ഇങ്ങനെ രാവണാന്തപുരത്തിലുള്ള സ്ത്രീകളെ മുഴുവൻ അതിതേജസ്വിയായ കവീശ്വരൻ കണ്ടു. എന്നാൽ ഏതൊരാളെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ ദേവിയെ മാത്രം കണ്ടില്ല. നിദ്രാവശകരായി ബോധമറ്റ് കിടക്കുന്ന കാമിനികളെ നോക്കിയ ഹനുമാൻ ചിന്തിച്ചു. നിർലജ്ജം കിടക്കുന്ന പരധാരങ്ങളെയാണ് ഞാൻ നോക്കിക്കണ്ടത്. ഇത് തീർച്ചയായും ധർമ്മഹാനിയെ ഉണ്ടാക്കുന്നതാണ്. എൻ്റെ ദൃഷ്ടി അന്യസ്ത്രീകളിൽ പതിക്കുകയെ പതിവില്ല. എന്നാൽ ഇന്നാകട്ടെ പരസ്ത്രീകളെ സശ്രദ്ധം ഞാൻ നോക്കിക്കണ്ടു. ഹൃദയത്തിന് ഒരിക്കലും പതർച്ച പറ്റാത്ത മഹാമനസ്വിയായ ആ ധീരധീരൻ്റെ ചിന്ത നേർവഴിക്ക് തിരിഞ്ഞു. സംശയം ലേശം പോലും ഇല്ലാതെ കിടന്നുറങ്ങുന്ന രാവണാങ്കനമാരെ മുഴുവൻ ഞാൻ കണ്ടുവെങ്കിലും എൻ്റെ ഹൃദയത്തിന് അല്പമെങ്കിലും ചലനം വന്നിട്ടില്ല. ഇന്ദ്രിയങ്ങളെ മുഴുവൻ നടത്തുന്നത് മനസ്സാണ്. നല്ലതിലേക്കും ചീത്തയിലേക്കും ഇന്ദ്രിയങ്ങളെ ചാടിക്കുന്ന മനസ്സ് പൂർവ്വനിലയിൽ നിന്ന് അണുപോലും ഇതുകൊണ്ട് ഇളകിയിട്ടുമില്ല. ദേവിയെ മറ്റൊരിടത്ത് പോയി അന്വേഷിക്കുവാൻ സാധ്യമല്ലല്ലോ. സ്ത്രീകളെ സ്ത്രീകളുടെ ഇടയിലല്ലേ തിരയുക. ഏതൊരു ജീവിയായാലും ആ വർഗത്തിൽ ചെന്ന് പരതണം. പെൺമാൻകൂട്ടത്തിൽ പോയി ദേവിയെ ആരാഞ്ഞിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് അസുരേന്ദ്രൻ്റെ അന്തപുരത്തിലെല്ലാം ഞാൻ തിരഞ്ഞു. ഇതിൽ അല്പം പോലും ദോഷചിന്ത എന്നിൽ ഉണ്ടായിട്ടുമില്ല. എന്നാൽ ഇത്രയായിട്ടും സീതാദേവിയെ മാത്രം കാണുന്നില്ല. ദേവന്മാർ, ഗന്ധർവന്മാർ, നാഗേന്ദ്രന്മാർ എന്നിവരുടെ പെൺകൊടിമാരെ വീര്യവാനായ ഹനുമാൻ രാവണാലയത്തിൽ കാണുകയുണ്ടായി. പക്ഷേ ജാനകീദേവിയെ മാത്രം കണ്ടില്ല. ഉത്തമകളും സൗന്ദര്യം ഇയന്നവരുമായ അനേകം അനേകം അങ്കനകൾ ആഞ്ജനേയരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. പക്ഷേ ശ്രീരാമ സഹധർമ്മിണിയെ മാത്രം കണ്ടില്ല. അവിടെ നിന്ന് പിന്മാറി നടക്കുവാൻ ആ വീരവാനരൻ നിശ്ചയിച്ചു. പാനഭൂമി വിട്ട് തുടർന്ന് അന്വേഷണം നടത്തുവാൻ തന്നെ പവനതനയൻ ഉറച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.